الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم فلا تظلموا فيهن أنفسكم وقاتلوا المشركين كافة كما يقاتلونكم كافة واعلموا أن الله مع المتقين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ അല്ലാഹുവിൻ്റെ വിധിവിലക്ക് ജീവിതത്തിൽ എപ്പോഴും പാലിക്കണമെന്ന് എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കാരുണ്യവാനായ പടച്ചറപ്പ് ഇരു ലോകവിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് സാമൂഹികമായി ഇപ്പോൾ പടർന്നു പിടിക്കുന്ന ചില പനികൾ, ചില പ്രത്യേകതരം രോഗങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ജീവനഷ്ടങ്ങൾ, അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ ബന്ധുക്കളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം, ആ അനുഗ്രഹത്തിന് അളവുകളില്ല, അതിന് ഒരു അളവ് പോലുമില്ല. അത് നീണ്ടുപോകുന്ന ഒരു കടൽ പോലെ, അത് തീർത്താൽ തീരാത്ത ഒരു തിരയടി പോലെ അത്യത്ഭുതകരമായ രീതിയിൽ അല്ലാഹു അത് നമ്മുടെ ജീവിതത്തിൽ സമ്മാനിച്ചു കടന്നു പോകുന്നു. നമ്മളത് അനുഭവിച്ച് രാവും പകലും അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അവനെ നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും നമുക്ക് വേണ്ടതൊക്കെ അവൻ നമുക്ക് നൽകുന്നു. ആയുസ്സിൻ്റെ മരത്തിൽ നിന്ന് വയസ്സിൻ്റെ ഇലകൾ അടർന്ന് വീണുകൊണ്ടിരിക്കുന്നു. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ദുൽഹിജ്ജ മാസം വിട പറഞ്ഞു. നമ്മുടെ പല സുഹൃത്തുക്കളും ഹജ്ജ് നിർവഹിച്ച നിർവൃതിയിൽ നമ്മുടെ നാടണഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു പ്രസരിപ്പ് ലോകമാകെ പ്രകാശമാനമാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ പുതിയ കലണ്ടറായ മുഹറം മാസത്തിലേക്ക് നമ്മൾ കടന്നു വന്നു. ഒരു വർഷം കടന്നുപോയിരിക്കുന്നു. 1447 നിന്ന് 1448 നമ്മൾ എത്തിച്ചേർന്നു. ഇത് വിശുദ്ധമായ മുഹറം മാസമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, അല്ലാഹു എത്ര മഹാനാണ്. ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സന, ഈ കൊല്ലത്തിന് അല്ലാഹു തുടക്കം കുറിച്ചത് ബിശ്ശഹരിൽ ഹറാം, ഒരു പവിത്ര മാസം കൊണ്ടാണ്. അത് മുഹറമാണ്. വഖതമഹ, അല്ലാഹു ഈ മാസത്തെ അവസാനിപ്പിച്ചത് ബിശ്ശഹരിൽ ഹറാം, അതും ഒരു പവിത്രമായ മാസമാണ്. അത് ദുൽഹിജ്ജ മാസമാണ്. തുടക്കവും ഒടുക്കവും പവിത്രത കൊണ്ട് നിറച്ച, അല്ലാഹു ആദരിച്ചു എന്ന് പറയുന്ന
ഷഹറുല്ലാഹി അൽ മുഹറം എന്ന് പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അനുഗ്രഹീതമായ ഒരു മാസത്തിൽ അള്ളാഹു നമുക്ക് ആയുസ് തന്നിരിക്കുന്നു. അവിടെ ഓർക്കേണ്ട കുറേ സംഗതികളുണ്ട്. ഒരു കാലം കടന്നു പോകുന്നു എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഇതൊക്കെ എത്ര പെട്ടെന്നാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ലോകകപ്പിൻ്റെ ആരവങ്ങളാണ് എല്ലായിടത്തും, ബഹളങ്ങളാണ് എല്ലായിടത്തും. ഇഷ്ട ടീമിൻ്റെ ബോർഡുകൾ വെക്കാൻ മത്സരവും തിരക്കും ഒക്കെ കാണുക. അപ്പോൾ നമ്മൾ അത്ഭുതത്തോടു കൂടി ഓർക്കുകയാണ്, കഴിഞ്ഞത് ലോകകപ്പ് എന്നാ നടന്നത്? അത് 4 കൊല്ലം മുമ്പാണ്. 4 സംവത്സരങ്ങൾ കടന്നു പോയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കും, അങ്ങനെ ഉണ്ടായോ? ആർക്കാ തോന്നുന്നത് 4 കടന്നുപോയി? ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ 4 വർഷം കടന്നുപോയി? എന്നാ ഇപ്പൊ ഖത്തറിലെ ലോകകപ്പ് കഴിഞ്ഞത്? അവിടുത്തെ ഖുർആൻ പാരായണം കൊണ്ട് തുടങ്ങിയ സോഷ്യൽ മീഡിയയിൽ വൈറലായ അന്നത്തെ ഉദ്ഘാടന ചടങ്ങ് ഇപ്പോഴും കണ്ണെന്ന് പോകുന്നില്ല പലപ്പോഴും പലരുടെയും. അപ്പോഴേക്ക് അടുത്തത് വന്നു. വീണ്ടും ഒരു 4 കൊല്ലം അതിവേഗതയിൽ, അതിശ്രുത പ്രവാഹത്തിൽ, നിയന്ത്രിക്കാനാവാത്ത വിധം എത്ര പെട്ടെന്നാണ് ഇതൊക്കെ കടന്നു പോകുന്നത്. ജീവിതം എപ്പോഴും അങ്ങനെ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നിപ്പോകും. എന്നാ നമ്മളൊക്കെ പഠിപ്പ് തുടങ്ങിയത്? എന്നാ പഠിപ്പ് നിർത്തിയത്? എന്നാണ് ജോലി എപ്പോഴോ ലഭിച്ചത്? എപ്പോഴാ വിവാഹം നടന്നത്? എപ്പോഴാ മക്കളുണ്ടായത്? പിന്നെ ആ മക്കളുടെ വിവാഹം നടന്നത് എന്നാണ്? പിന്നെ എപ്പോഴാ പേരമക്കളുണ്ടായത്? ഞെട്ടിപ്പോവുക. തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒറ്റ ദിവസം കടന്നുപോയ പോലെ. ഒരു ദിവസത്തിന്റെ ചില മുഹൂർത്തങ്ങളിൽ ചില സംഗതികൾ നടന്നു പോയ പോലെ മനുഷ്യന് തോന്നുന്നു. വല്ലാത്തൊരു വിശുദ്ധ വചനമാണത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങളൊക്കെ വിശുദ്ധമാണ്. പക്ഷെ ഇത് വല്ലാതെ മനസ്സിൽ തറക്കുന്നൊരു വാക്കാണ്. കാലം എത്ര അടുത്തു പോയി. ഖിയാമത്ത് ഉണ്ടാകുമ്പോൾ ഖിയാമത്ത് സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറയാണ്, അന്ന് യതഖാറബുസ് സമാൻ ലാ തഖൂമുസ് സാഅ ഹത്താ യതഖാറബുസ് സമാൻ. കാലം വളരെ അടുത്തായിട്ട് നിങ്ങൾക്ക് തോന്നും. എത്ര സത്യമാണത്. ഇതൊക്കെ എന്നാണ്ടായത്? ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ ഓർത്തെടുത്ത് നോക്കൂ. മകളെ വിവാഹം നടന്നതെന്ന്, അവൾക്ക് കുട്ടി ഉണ്ടായതെന്ന്, ആ കുട്ടിക്ക് പേരക്കുട്ടി ഉണ്ടായതെന്ന്. അപ്പോഴേക്കും കാലം എത്രമേൽ കടന്നുപോയി. രാവു പകലുകൾ എത്ര കടന്നുപോയി. മന്നന്തരങ്ങൾ എത്ര കടന്നുപോയി. സൂര്യാസ്തമയങ്ങൾ എത്ര കടന്നുപോയി. എത്ര ജനനങ്ങൾ, എത്ര മരണങ്ങൾ, എത്ര മയ്യത്ത് കട്ടിലുകൾക്ക് നാം സാക്ഷികളായി. എത്ര പേർക്ക് വേണ്ടി നാം മയ്യത്ത് നമസ്കരിച്ചു. എത്രയോ ആളുകളുടെ ഖബറിടത്തിനടുത്ത് പോയിട്ട് അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ എന്ന് പറയുമ്പോൾ നെഞ്ചു പടയുന്ന എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ കടന്നുപോയി. ഓർത്തെടുക്കുമ്പോൾ എല്ലാം ഇന്നലെ കടന്നുപോയ പോലെ. എന്നാ ബാപ്പയുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ചത്? ഇന്നലെ കടന്നുപോയ പോലെ. തിരിഞ്ഞു വന്നിട്ട് കോലായിലെ ശൂന്യമായ ചാരുകസേരയിലേക്ക് നോക്കി കണ്ണ് നനഞ്ഞ് വിതുമ്പിയത് അതും ഇന്നലെ കടന്നുപോയൊരു അനുഭവം പോലെ. എന്നാണ് ഉമ്മയെ രോഗം ബാധിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്നത്? എല്ലാം വളരെ പെട്ടെന്നാണ്. ഈ വാക്ക് വല്ലാത്ത വാക്കാണ്, യതഖാറബുസ് സമാൻ. ഇത് ശരിക്കും അനുഭവിക്കുന്ന നമ്മളോട് ഖുർആൻ പറയുന്ന ചില വാക്കുണ്ട്. പരലോകത്ത് അല്ലാഹ് ചോദിക്കും ദുനിയാവിൽ പാർത്ത മനുഷ്യന്മാരോട്, നിങ്ങൾ എത്ര കാലം ഭൂമിയിൽ പാർത്തു? മനുഷ്യൻ ഉത്തരവുണ്ടതിന്, ഖാലൂ അശിയതൻ ഔ ളുഹാ, ഞങ്ങളൊരു പ്രഭാതം അവിടെ പാർത്തു റബ്ബേ ഭൂമിയിൽ, അല്ലെങ്കിൽ ഒരു വൈകുന്നേരത്തിന്റെ സമയം അവിടെ പാർത്തു, അല്ലെങ്കിൽ ഒരു പ്രഭാതം, അല്ലെങ്കിൽ ഒരു പൂർവാഹിന സമയം, അല്ലെങ്കിൽ ഒരു മധ്യാഹിന സമയം. ഏതോ ദിവസത്തിന്റെ ചില മണിക്കൂറുകൾ മാത്രം ഞങ്ങൾ ഭൂമിയിൽ പാർത്തു റബ്ബേ എന്ന് മനുഷ്യൻ പറയുമെന്നാണ്. അതുകൊണ്ടാണ് കാലം അത്ഭുതമായത്. അതുകൊണ്ടാണല്ലോ സത്യം ചെയ്തത്, വൽ അസ്ർ, കാലമാണേ സത്യം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, അവിടുന്ന് പറഞ്ഞതായിട്ട് അല്ലാഹ് പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറഞ്ഞു തന്നതിലാ തസുബ്ബുദ്ദഹർ ഇന്നമാ അനദ്ദഹർ, കാലത്തെ നിങ്ങൾ ആക്ഷേപിക്കരുത്, ഞാൻ തന്നെയാകുന്നു കാലം. അവിടെയാണ് വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 36-ാമത്തെ ആയത്ത് ഓതിക്കേൾപ്പിച്ചത്. അല്ലാഹ് പറയുന്നുണ്ട്, ആകാശഭൂമികളെ പടച്ച അന്ന് തന്നെ അല്ലാഹ് മാസങ്ങൾ 12 കണക്കാക്കി. ഇതൊക്കെ വ്യവസ്ഥാപിതമാണ്. കലണ്ടർ കണ്ടുപിടിക്കാത്ത കാലത്ത്, കലണ്ടറുകൾ എന്തെന്നറിയാത്ത കാലത്ത്, നിഗമനങ്ങളിൽ മാത്രം
ജീവിതം മുന്നോട്ട് പോയിരുന്ന ഒരു കാലത്ത്, മണിക്കൂറുകൾ എന്തെന്നറിയാത്ത കാലത്ത്, ഇന്ന ഇദ്ദത്ത ശുഹൂർ ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ രേഖയിൽ അവന്റെ അടുത്ത് മാസങ്ങൾ 12 അല്ലാഹു എണ്ണിക്കണക്കാക്കി എന്ന്. യൗമ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും പടച്ച അന്ന് തന്നെ. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിലെ 4 മാസങ്ങൾക്ക് പ്രത്യേകമായ പവിത്രതയുണ്ട്. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ് 4 മാസം. റസൂലുള്ളാഹി അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഖുത്ബത്തുൽ വിദാഇൽ, വേർപാടിന്റെ പ്രഭാഷണത്തിൽ അതിനെ നബി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് അതിന് മുന്നേയും ശേഷവുമുള്ള ദുൽഖഅദും മുഹറവും, പിന്നെ അടക്കപ്പോഴോ വരുന്ന റജബ് മാസവും. ഈ 4 മാസങ്ങളുടെ പവിത്രത, കലഹങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത, സംഘട്ടനങ്ങളില്ലാത്ത, സമാധാനത്തോടുകൂടി പാർക്കാൻ അവസരമൊരുക്കുന്ന മനോഹരമായ 4 മാസങ്ങൾ, പുണ്യമായ 4 മാസങ്ങൾ. ദീനുൽ ഖയ്യിം, ഇതെത്ര പവിത്രമായ മതമാണ്, ഇതെത്ര തെളിഞ്ഞ മതമാണ്, എത്രമേൽ കൃത്യമായ മതമാണ്. ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും, ആ മാസങ്ങളിൽ നിങ്ങളാരെയും അതിക്രമിക്കരുത്. വഖാതിലുൽ മുശ്രികീന കാഫതൻ കമാ യുഖാതിലൂനകും കാഫ, പക്ഷെ ഒരു ഒഴിവ് തന്നു. അവിശ്വാസികൾ ഒന്നിച്ച് നിങ്ങളോട് പോരാടാൻ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ ആ മാസം നോക്കി നിൽക്കണ്ട, അവരോട് തിരിച്ചു പോരാടുക. വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അല്ലാഹു തഖ്വയുള്ളവരോടൊപ്പമാണെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. ഇതാണ് തൗബ സൂറത്തിലെ 36-ാമത്തെ ആയത്ത്. ഇത് പകർന്നു നൽകുന്ന വലിയ ഒരു സന്ദേശമുണ്ട്. സമയത്തിന്റെ ഒരു വില, എത്രത്തോളം അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്ര സമയം ജീവിതത്തിൽ, എത്ര സമയം കിട്ടി, അതൊക്കെ വെറുതെ ഇരുന്ന് രാവിലെ വന്ന് പീഡിയക്കോലായ്മ ഇരിക്കുന്ന ആളുകൾ. ഒരു തെറ്റ് ഹറാം എന്നൊന്നും മസല നോക്കിയാൽ കാണാൻ കഴിയില്ല. പക്ഷെ ആ സമയം എത്ര വിലപ്പെട്ടതാണ്. ഒരു ഉപകാരം നാടിനുമില്ല, വീടിനുമില്ല, നാട്ടുകാർക്കുമില്ല. അയാൾ ഇങ്ങനെ നേരം കളയാണ്. അയാൾക്കും ഇല്ല. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും, അയാൾക്ക് പോകാൻ നേരം കിട്ടിയിട്ടില്ല. അപ്പം അയാൾക്ക് വേറൊരു തിരക്കാണ് ആ നേരത്താണ് വേറെ എങ്ങോട്ടോ പോവുക. ആയുസ് ഇങ്ങനെ കടന്നു പോകുന്നു, മരണം ഇങ്ങനെ മാടി വിളിക്കുന്നു. മയ്യത്ത് കട്ടിൽ താരാട്ട് പാടിയിട്ട് അയാളുടെ ഉമ്മറത്തൊരു ദിവസം കടന്നു വരുന്നു. സമയത്തിൻ്റെ ഒരു വില അനുഭവിക്കാൻ അല്ലേ. നമുക്ക് സുബഹിക്കൊക്കെ എണീറ്റ് പള്ളിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രയാസമാണ്. കാരണം നമ്മുടെ താല്പര്യം അതിന് പ്രകടമായി കിടക്കുകയാണ്. ആ രാവിലെ 4:50 അല്ലെങ്കിൽ അതിന് മുമ്പ് ബാങ്കുകൾ കൊടുക്കും. അപ്പോഴേക്ക് ഒരുങ്ങണം, പള്ളിയിൽ പോകണം, പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കണം, വീട്ടുകാരെ വിളിച്ചുണർത്തണം. എന്തൊരു ത്യാഗമാണത്. എന്നപ്പോൾ ചില കാര്യത്തിനൊന്നും ഉണർത്തേണ്ട കാര്യമില്ല. 3:30 മണിക്കുള്ള കളി എന്ന് പറഞ്ഞാൽ തന്നെ ഉണർന്നില്ലേ. ഒരു അലാറം അവിടെ ഇല്ല, ഒരാളും വിളിക്കണ്ട. ശരീരത്തിൻ്റെ ഏതോ ഗ്രന്ഥികൾ പ്രസരിച്ചപ്പോൾ താനെ അവൻ എണീറ്റിങ്ങനെ ഇരിക്കുക. അതാണ് അവൻ്റെ മനസ്സ്. താല്പര്യമുള്ള ഒരു സംഗതി. നമുക്ക് എന്തൊക്കെ വിജ്ഞാനങ്ങളാണ്. കളികളുടെ ചാർട്ട് നോക്കിയിട്ടൊന്നും വേണ്ടപ്പോൾ പറയാൻ കുട്ടികൾക്ക് പലർക്കും, കാരണം അവർക്ക് കാണാപ്പാടാണ്. അതെങ്ങനെ, അതിന് ഓരോ ടീമിലെ ആളുകൾ എങ്ങനെ, അവരെ കുടുംബം എങ്ങനെ, അവരെവിടെ ജനിച്ചു, അവരെ എങ്ങനെ, ഇത്ര കൃത്യമായി പറയാൻ അത്ഭുതം തോന്നിപ്പോ. ഫാത്തിഹ സൂറത്തിന്റെ അർത്ഥം അറിയില്ല. എന്താ കാരണം? അതിന് അത്രേ താല്പര്യമുള്ളൂ. നിസ്കാരത്തിന് തഖ്വ കിട്ടണില്ല. ഞാൻ കുറേ നിസ്കരിക്കണേ, ഒരു ദുആയുടെ അർത്ഥം അറിഞ്ഞുകൂടാ, ഒരു പ്രാർത്ഥന അറിഞ്ഞുകൂടാ, ഒരു ഫാത്തിഹ സൂറത്തിന്റെ പോലും അർത്ഥം പഠിക്കാൻ ജീവിതം ഒരുപാട് അല്ല തന്നിട്ട്, സമയങ്ങൾ ഒരുപാട് അല്ല തന്നിട്ട്, ബെഡിൽ കടത്താത്ത ആയുസ്സല്ല തന്നിട്ട്, രോഗമില്ലാത്ത ആയുസ്സല്ല തന്നിട്ട് സാധ്യമായിട്ടില്ല. അവിടെയാണ് ഓരോ വിഷയങ്ങളോടും നമ്മൾ പുലർത്തുന്ന ചില സമീപനത്തിന്റെ പ്രാധാന്യമെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. അവിടെയാണ് ഈ സമയത്തിന്റെ വില ഖുർആൻ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയത്, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയത്. അവിടെയാണ് മുഹറം എന്ന് പറയുന്ന ഒരു പുതിയ മാസങ്ങൾ മുന്നിൽ വന്ന് നിൽക്കുക. ഇതിപ്പോൾ 1448 ഇനിതാ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് അടുത്ത കൊല്ലായി. അതിനിടയിൽ എന്തൊക്കെ സംഭവിക്കുന്നു? വാർദ്ധക്യം കടന്നു വരുന്നു, ശരീരത്തിന് രോഗം വരുന്നു, ചില പ്രതീക്ഷകൾ അസ്തമിച്ചു പോകുന്നു, ചില പ്രതീക്ഷകൾ നാം പെടുന്നു. ഇതൊക്കെ ജീവിതത്തിൻ്റെ അത്ഭുതകരമായ ഭാവമായി തോന്നും.
വളർന്നു വരുന്നൊരു മകനെ പറ്റി മാത്രം അങ്ങനെ ഓർത്താൽ മതി. എപ്പോഴപ്പോൾ വളർന്നത്, എന്നാപ്പോൾ എൻ്റെ കല്യാണം നടന്നത്, ഇനി എന്തൊക്കെ. അതിനിടയിൽ നമ്മുടെ ആയസ് ഇങ്ങനെ തീരാന്നുള്ളത് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മറന്നോന്ന് അറിഞ്ഞുകൂടാ. അവിടെയാണ് മുഹറം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പവിത്രത, അതിൻ്റെ പ്രാധാന്യം. അവിടെയാണ് മുഹറം മാസത്തിലെ 9-നും 10-നും നോമ്പ് ഏറെ പ്രാധാന്യത്തോടെ ആശുറ എന്നൊക്കെ പേരിൽ പരിചയപ്പെടുത്തിയ പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ. അനസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഖദിമൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മദീന. ബുഖാരിയുടെ ഹദീസാണ്. മദീനയിൽ റസൂലുള്ളാഹി എത്തുന്നു. ഫറഅൽ യഹൂദ, അവിടുന്ന് ജൂതന്മാരെ കണ്ടു. തസൂമു യൗമ ആശുറ, അവർ ആശുറയിന് നോമ്പ് അനുഷ്ഠിക്കുന്നു, അഥവാ മുഹറത്തിലെ 10-ന്. ഫഖാല മാ ഹാദാ, ഇതെന്താ? അവരോട് ചോദിച്ചപ്പോൾ ഖാലു, അവർ ഉത്തരം പറഞ്ഞു, ഹാദാ യൗമുൻ സ്വാലിഹ്, ഇതെത്ര നല്ല ദിവസമാണ്. ഹാദാ യൗമുൻ, ഇതൊരു ദിവസമാണ്. നജ്ജല്ലാഹു ബനീ ഇസ്രായീല മിൻ അദുവ്വിഹിം, ഇസ്രായേല്യരെ അല്ലാഹു അവരുടെ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണ്. ക്രൂരമായി പീഡനം നടത്തിയ ഫറോവയിൽ നിന്ന് ഇസ്രായേലി മക്കളെ അല്ലാഹു രക്ഷപ്പെടുത്തിയ ദിവസം. നന്ദി സൂചകമായിട്ട് ഫസ്വാമഹു മൂസ, അന്ന് മൂസ നോമ്പനുഷ്ഠിച്ചു. ഇത് ജൂതന്മാര് പറഞ്ഞപ്പോ ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പ്രതിവചിച്ചു, അന അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസയോട് കടപ്പെട്ടവൻ ഞാനാണ്. ആദർശം കൊണ്ടുവന്നവൻ. മൂസയുടെ ത്യാഗത്തിന്റെ അടിവേര് തേടിപ്പോകുമ്പോ, തൗഹീദിന്റെ അടിവേര് തേടിപ്പോകുമ്പോ, ഇസ്ലാമിന്റെ മർമ്മം തേടിപ്പോകുമ്പോ അത് റസൂലുള്ളാഹിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കും. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ മൂസയോട് ഞാനാണ് കടപ്പെട്ടിട്ടുള്ളത്. ഫസ്വാമഹു, അവിടുന്ന് നോമ്പ് അനുഷ്ഠിച്ചു. റസൂലുള്ളാഹി നോമ്പ് അനുഷ്ഠിച്ചു എന്ന് മാത്രമല്ല, വഅമറ ബിസ്വിയാമിഹി, ആ ദിവസം നോമ്പനുഷ്ഠിക്കാൻ അവിടുന്ന് കൽപ്പിക്കുകയും ചെയ്തു. അതാണ് അതിന്റെ പ്രമാണം. വേറെ ഒരുപാട് കാണാൻ കഴിയും. വരുന്ന കഴിഞ്ഞുപോയ കൊല്ലത്തെ പാപം, വരുന്ന കൊല്ലത്തെ പാപം, അതൊക്കെ പൊറുക്കാൻ മാത്രം പവറുള്ള ഒരു നോമ്പായിട്ട് അതിനെ പരിചയപ്പെടുത്തി. വേറൊരിക്കൽ അവിടുന്ന് പറഞ്ഞു, ലൈൻ ബഖീതു, ഞാൻ ഇനിയും ബാക്കിയാകുകയാണെങ്കിൽ ലഅസൂമന്ന താസിഅ, മുഹറത്തിലെ 9-ന്റെ ദിവസവും ഞാൻ നോമ്പനുഷ്ഠിക്കും. ചരിത്രം പറയുന്നത് റസൂലുള്ളാഹി ജീവിച്ചില്ല എന്നാണ്. അതിനു മുമ്പേ അവിടുന്ന് വിട ചൊല്ലി പറഞ്ഞ് പിരിഞ്ഞകന്ന് കടന്നുപോയി. പക്ഷേ ആ വാക്കായതുകൊണ്ട് പിന്നെ മുഹറം 9-നും നോമ്പ് സുന്നത്തായി. അതിന് താസുഅ എന്ന് അറബ് ഭാഷയിൽ പറയുന്നു. മുഹറം മാസത്തിലെ 9, 10 നോമ്പ് വളരെ പ്രബലമായ സുന്നത്താണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അടുത്ത വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ആ നോമ്പ് അനുഷ്ഠിക്കാൻ ആരോഗ്യം അല്ലാഹു അനുവദിച്ചിട്ടുള്ളവർ തീർച്ചയായും അത് നിർവഹിക്കുക. അല്ലാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുമാറാകട്ടെ. ആ ഒരു പാഠം വല്ലാത്ത പകർന്നു നൽകുന്ന ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. ഫറോവാനെ കുറിച്ച് പറഞ്ഞല്ലോ, ക്രൂരമായ പീഡനങ്ങൾ, കൊടിയ പീഡനങ്ങൾ. അത് നാട്ടുകാർക്ക് മാത്രമായിരുന്നില്ല, കുടുംബത്തിലെ സഹധർമ്മിണിയൊക്കെ പോലും ക്രൂരമായിട്ട് അയാൾ വേട്ടയാടി. അങ്ങനെ ഉണ്ടല്ലോ ചില കുടുംബങ്ങൾ. റസൂലുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങളിൽ നല്ലവർ നിങ്ങളുടെ ഭാര്യമാരോട് മാന്യമായി പെരുമാറുന്നവരാണ്. ഖിയാറുക്കും ലിഅഹ്ലിക്കും, അതിന് കഴിയാത്ത മനുഷ്യന്മാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ കഥ എന്താണ്? എന്നും കുടുംബത്തിൽ കലഹം, എന്നും ഭാര്യയ്ക്ക് ഉപദ്രവം, ഒരു സ്വസ്ഥതയും ആ വീട്ടിലില്ല. അയാൾ ഇങ്ങോട്ട് പടി കടന്ന് വരുമ്പോഴേക്ക് മക്കളും ഭാര്യയും ഉള്ളുകൊണ്ട് ശപിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഭർത്താവിന്റെ കോലം കെട്ടിയ ഒരു മനുഷ്യൻ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ദീനെന്താ? വെറും നിസ്കാരം നോമ്പും മാത്രമാണോ? ഈ വീട്ടിൽ അയാളെ കൊണ്ട് സ്നേഹം കിട്ടണം, അയാളെ കൊണ്ട് അയാളുടെ അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടണം, അയാളുടെ കടമകൾ അയാൾ വീട്ടാൻ സാധിക്കണം. ഫറോവാൻ അവിടെ പൂർണ്ണ പരാജയമായിരുന്നു. ആസിയ എന്ന് പറയുന്ന സഹധർമ്മിണിയെ ക്രൂരമായി ഫറോവാൻ പീഡിപ്പിച്ചു. ഖുർആൻ ആ സംഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവിടുത്തെ ഒരു ദുആയുണ്ട്, വല്ലാത്ത ഒരു ദുആ, പ്രതിസന്ധി ഘട്ടത്തിലെ ഒരു ദുആ. മുഹറം ആ പറയുന്ന കഥയിൽ അത് വളരെ പ്രധാനമാണ്. എല്ലാ അർത്ഥത്തിലും പ്രയാസപ്പെടുത്തി. ആ തഫ്സീറുകളൊക്കെ വായിക്കുമ്പോൾ ഞെട്ടിത്തരിച്ചു പോകും. എത്രമേലൊരു പീഡനം
ഒരു പെണ്ണ് ഭൂമിയിൽ അനുഭവിക്കുന്നു, അതൊക്കെ അനുഭവിച്ചു. പക്ഷെ ആ നേരത്തും ഒരു ദുആയുണ്ട്, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ, എനിക്ക് നീ നിർമ്മിച്ചു തരണം സ്വർഗ്ഗത്തിൽ ഒരു വീട്. വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി. ഈ ഫറോവയിൽ നിന്നും അവന്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എന്നെ കാക്കണം. വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഈ അതിക്രമകാരികളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണം. ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു അവർ. പക്ഷെ ഈ ദുആ കൃത്യാണ്. അവരെ സ്വർഗത്തിലേക്കല്ല പറഞ്ഞേക്കുക. അതുകൊണ്ടാ പുണ്യനബി യാത്രക്കടയിൽ 4 വര വരച്ചപ്പോ പറഞ്ഞു, ഈ 4 വര സ്വർഗസ്ത്രീകളുടെ നേതാക്കന്മാർ. അതിലൊന്ന് എൻ്റെ ഭാര്യ ഖദീജ, ഒന്ന് എൻ്റെ മകൾ ഫാത്തിമ, ഒന്ന് ഈസാ നബിയുടെ ഉമ്മയായ മറിയം, മറ്റൊരു പ്രധാനപ്പെട്ട നാമം ഫിർഔന്റെ ഭാര്യയും മുസാഹിബിന്റെ മകളുമായ ആസിയ റളിയല്ലാഹു അൻഹുന്ന. അതാണ് ആ ദുആ. പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസത്തിന്റെ ഘട്ടത്തിലും വീണുപോയി എന്ന് കരുതിയ നേരത്തും, ജനം മുഴുവൻ എതിരായി എന്ന് കരുതിയ നേരത്തും, കുടുംബം അവഗണിച്ച നേരത്തും ഉള്ളു പടഞ്ഞ ഒരു ദുആ, റബ്ബി ബിനി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന. അവിടെ മാത്രല്ല, മൂസാ നബിയുടെ ഒരു ഉമ്മയുടെ വിശ്വാസത്തിന്റെ ദാർഢ്യതയും ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. ആ കാലം അത്ഭുതകരമാണ്. എല്ലാ ആൺമക്കളെയും കൊല്ലുന്ന കാലം, ഇസ്രായേലിൽ പിറന്ന എല്ലാ മക്കളെയും കൊല്ലുന്ന കാലം. അന്ന് അല്ലാഹ് ജനിപ്പിച്ചു ഇസ്രായേലി കുടുംബത്തിൽ തന്നെ മൂസയെ. സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് അള്ളയാണ്. അല്ലാഹ് എന്ത് ചെയ്തു? വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇ ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖീഹി ഫിൽ യം. നീ പാലൂട്ടണം മൂസയുടെ ഉമ്മ മൂസാക്ക്, നീ പാലൂട്ടണം. എന്നിട്ടോ നിനക്ക് അവന്റെ കാര്യത്തിൽ ഭയം തോന്നുന്നുണ്ടോ? ഫഅൽഖീഹി ഫിൽ യം. നീ അവനെ കടലിലെറിയുക, നീ അവനെ സമുദ്രത്തിലെറിയുക. വലാ തഖാഫി വലാ തഹ്സനി. നീ ഭയപ്പെടണ്ട, നീ ദുഃഖിക്കേണ്ട. ഇന്നാ റദ്ദൂഹു ഇലൈകി. നിനക്ക് ഞാൻ അവനെ മടക്കിത്തരാം. വജാഇലൂഹു മിനൽ മുർസലീൻ. അവനെ ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ ഞാൻ ആക്കാൻ പോവുകയാണ്. ഒരു ഉമ്മയോട് അല്ലാഹ് പറയാ വഹ്യായിട്ട്, വഔഹൈനാ. ഖുർആൻ അങ്ങനെ പറഞ്ഞത്. ഖസസ് സൂറത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയും. എന്തൊരു അത്ഭുത! അല്ലാഹ് നിലനിർത്തി കൊണ്ടുവന്നില്ലേ? അല്ലെങ്കിലും പടച്ചോന്റെ ചില തീരുമാനങ്ങൾ അങ്ങനെയാ. ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പോ അയാൾ കരഞ്ഞൊരു രാത്രി ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് പോകല്ല. പക്ഷേ അതൊരു പുതിയ തുടക്കമായി മാറി. പിന്നെ അയാൾ 1-ാം നമ്പർ ബിസിനസ്സുകാരനായി മാറി. പിന്നെ പഴവന്റെ കമ്പനി അത് അങ്ങനെ തന്നെ. ഇവൻ തുടങ്ങിയപ്പോൾ ഇവനൊരു വിസ്മയമായി മാറി. അങ്ങനെ എത്ര മനുഷ്യന്മാർ, ചില സംഗതികൾ അങ്ങനെയാണ്. യൂസുഫ് നബിയെ കിണറ്റിലിട്ട എന്തിനാ? ഇനി ഒരിക്കലും യൂസുഫ് അധികാരത്തിന്റെ സോപാനത്തിലെത്തരുത്. പക്ഷെ അല്ലാഹ് തീരുമാനിച്ചതോ, യൂസുഫിന് അധികാരത്തിന്റെ ഒരു മാർഗരേഖയായി ആ കിണർ അള്ളാഹു മാറ്റിക്കൊടുത്തു. എല്ലാ കാര്യവും അങ്ങനെയാണ്. തകർക്കാൻ വേണ്ടി ചെയ്തും പലതും, പക്ഷേ അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും പടച്ചോന്റെ തീരുമാന. ഫറദനാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ. നാം മടക്കി കൊടുത്തു ആ ഉമ്മക്ക്. അല്ലാഹ് പറയാ, എന്തിന്? അവരുടെ കണ്ണിന് കുളിർമയുണ്ടാകാൻ, അവർ ദുഃഖിക്കാതിരിക്കാൻ. വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്. അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണെന്നറിയാനും. വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. പക്ഷേ ജനങ്ങൾക്ക് അധിക പേർക്കും അതറിഞ്ഞുകൂടാ. ഖുർആൻ പറയുന്നു. അതുകൊണ്ട് മുഹറം നൽകുന്ന പാഠങ്ങൾ അത് ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അത് സമയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, അത് ആയുസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അത് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിജയികളുടെ കൂട്ടത്തിലാക്കി തന്ന് റബ്ബ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.